അലൈക്കും വറഹ്മത്തുള്ളാഹി. സാന്ദർഭികമായുള്ള ഒരു വിഷയം ഓർമ്മപ്പെടുത്താനാണ്. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില മസാലകൾ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തറാവീഹ് നിസ്കാരം നമ്മള് സാധാരണ മറ്റുള്ള നിസ്കാരങ്ങളെ പോലെ തന്നെ, പക്ഷെ പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിയുന്നത് കൊണ്ട് പലർക്കും സംശയം ഉണ്ടാവാം. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചിരുന്നു, തറാവീഹിൽ വജ്ജഹത്ത് ആവശ്യമില്ലേ? തറാവീഹ് നിസ്കരിക്കുമ്പോ വജ്ജഹത്ത് ഓതണ്ടേ? കാരണം വജ്ജഹത്ത് ഓതാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ, അപ്പോഴത്തിന് കഴിയുന്നുണ്ടല്ലോ. എന്നാൽ തറാവീഹിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു തറാവീഹ് കഴിയുമ്പോഴേക്കും 10 കറാഹത്ത് ചെയ്തു എന്നുള്ള കുറ്റാവും. അപ്പോ അതിലേക്കുള്ള ഒരു നിയ്യത്ത് വെച്ചതിന് ശേഷം, അതുപോലെ തന്നെ തറാവീഹ് 20 റക്അത്താണ്, ഒറ്റയടിക്ക് മസ്ജിദിൽ തന്നെ തറാവീഹ് 20 റക്അത്ത് ഇമാമിനോടുകൂടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം അവന്റെ തറാവീഹ് നിസ്കാരം ശരിയാവൂല. കാരണം ഓരോ നിസ്കാരവും ഈ 2 റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാം കൊണ്ട് അവസാനിച്ചാൽ മാത്രമുള്ളൂ തറാവീഹ് സ്വീകരിക്കാൻ. പിന്നെ ചില പണ്ഡിതന്മാര് ശാഫിഈ മദ്ഹബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 20 റക്അത്തിനും ഒരൊറ്റ നിയ്യത്ത് വെച്ചാൽ ശരിയാകുന്നു. പക്ഷേ അതിന് ജുംഹൂർ നിലക്ക് നമ്മളുടെ പണ്ഡിതന്മാർ മുഴുവനും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്, ഈ മദ്ഹബിന്റെ നിയമപ്രകാരം ശരിയാവൂല. അതുകൊണ്ട് ഓരോ ഈ 2 റക്അത്തിനും നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അങ്ങനെ നിയ്യത്ത് വെച്ചതിന് ശേഷം വജ്ജഹത്ത് ഓതാന്നുള്ളതും സുന്നത്ത് തന്നെ. വജ്ജഹത്ത് ഓതാൻ അവിടെ കഴിയുന്നില്ല, അതല്ലെങ്കിൽ നമ്മളിപ്പോ വജ്ജഹത്തും ഇതൊക്കെ ഓതി സാധാ പറഞ്ഞ് നിസ്കരിക്കണം പോലെ നിസ്കരിച്ചാൽ ഇത്ര ആളുകൾ എന്താവില്ല, തറാവീഹ് ഉണ്ടാവില്ല. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയാം. ശേഷം അഊദു ഓതലും സുന്നത്താണ്. പിന്നെ ഫാത്തിഹ ഇഖ്ലാസ് മാലികയും കഴിഞ്ഞ് പിന്നെ അത്തഹിയാത്തിന്റെ വിഷയത്തേക്ക് വരുമ്പോൾ, അത്തഹിയാത്തും സാധാരണ നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ അത്തഹിയാത്ത് കുറെ സമയം എടുക്കലുണ്ട്. അവസാനത്തെ അത്തഹിയാത്ത് എന്താ തറാവീഹിന്റെ പെട്ടെന്ന് കഴിയണം, വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? അതിലും ചുരുക്കിയവും കൊണ്ടാണ്. അത് പലർക്കും അറിയണില്ല. പല ആൾക്കാരും എന്താവാണ്, ഒരിക്കൽ വഹിക്കണത്തരം ചെല്ലിയിട്ട് ഇമാം വീട്ടുമ്പോ അത് വീട്ടാണ്. അങ്ങനെയല്ല അവിടെയും വേണ്ടത്. അവിടെയും സലാം വീട്ടുന്ന സമയത്ത് അതുപോലെ അതിന്റെ ഇരുത്തം ഓരോ ഈ 2 റക്അത്തിലും അവസാനത്തെ അത്തഹിയാത്തിന് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കലാ സുന്നത്ത്. അല്ലാണ്ട് 2 റക്അത്തിന് സാധാരണ ഇരിക്കണ പോലുള്ള ഇരുത്തം, 4-ാമത്തേന് മറ്റേ ഇരുത്തം, അങ്ങനെയല്ല. എല്ലാ ഈരണ്ടിലും അവസാനത്തെ തഹിയാത്തുള്ള ഇരുത്താണ് ഇരിക്കേണ്ടത്. പിന്നെ അതിൽ അത്തഹിയാത്ത് ഓടുമ്പോ അത്തഹിയാത്ത് മുഴുവനും, പിന്നെ നമ്മള് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അത്ര സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ ആ ദുആ, സ്വലാത്തിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, ആ ദുആയില് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി മിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മസീഹ് ദജ്ജാൽ എന്നുള്ള അത് ആ ഒരു ദുആ അവിടെ അത് എന്തായാലും സുന്നത്താണ്. ആ ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. അത് ഒഴിവാക്കിയാലും ഓരോ തറാവീഹിലും 10 കറാഹത്ത് സംഭവിച്ചു. അപ്പോ അത്തഹിയാത്തിൽ പെട്ടെന്ന് കഴിയുന്നത്, അത്തഹിയാത്തിൽ ചെയ്യേണ്ടത് അത്തഹിയാത്തുൽ ബാറകാത്തു സ്വലവാത്തു ലില്ലാഹ് തുടങ്ങുന്ന അത്തഹിയാത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ആ സ്വലാത്തും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി മിൻ അദാബിൻ നാരി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇത്രയും അപ്പോ കറക്റ്റ് ആക്കാരം. അപ്പൊ എന്താവൂല, മറ്റുള്ളതൊന്നും പോയ പ്രശ്നം കിട്ടൂല, നമുക്ക് മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ സുന്നത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ രൂപത്തിൽ പലർക്കും അറിയാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഉണർത്തിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.